കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യം നോക്കുന്നത് നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈനെ കുറിച്ചാണ്. NMP എന്ന് പറയും. ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെന്റ് NMPയുടെ അണ്ടറിൽ ഒരു അസറ്റ് റീസൈക്ലിംഗ് ഡ്രൈവ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലേക്ക് വേണ്ട റിസോഴ്സസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ 6 ലക്ഷം ക്രോർ മോണിറ്റൈസേഷനുമാണ് ഇതിനു വേണ്ടിയിട്ട് യൂണിയൻ ഗവൺമെന്റ് നോക്കുന്നത്. അതായത് റോഡ്, പവർ, റെയിൽവേ, ഓയിൽ ഗ്യാസ് പൈപ്പ് ലൈൻസ്, ടെലികോം ഇത്തരത്തിലുള്ള സെക്ടേഴ്സിലേക്ക് വേണ്ടിയിട്ട് 4 വർഷ പീരീഡിലേക്ക് 2022 to 25 ആ ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്കാണ് ഈ ഒരു പ്രൊജക്ട് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് ENAM ആൻഡ് ONDC. യൂണിയൻ ഗവൺമെന്റ് ENAM അതായത് ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് വിത്ത് ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ്, ഇത് രണ്ടും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഇതിന്റെ പോസിബിലിറ്റി സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു പാൻ ഇന്ത്യ ഇലക്ട്രോണിക് ട്രേഡിംഗ് പോർട്ടലാണ്. അപ്പോൾ ഇവിടെ ഒരു അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റിയാണ് ഈ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ യൂണിഫൈഡ് ആയിട്ട് നാഷണൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതായത് മന്തീസ് നമ്മുടെ ചന്തകൾക്കൊക്കെ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു നാഷണൽ മാർക്കറ്റ് കൊണ്ടുവരിക, അതായത് എല്ലായിടത്തും ഒരേ പ്രൈസ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരിക. അതാണ് ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഇത് 14th April 2016 ലോഞ്ച് ചെയ്തത്. കംപ്ലീറ്റ്ലി യൂണിയൻ ഗവൺമെന്റ് ആണ് ഇത് ഫണ്ട് ചെയ്യുന്നത്. സ്മോൾ ഫാമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം SFAC എന്ന് പറയും. ഇതാണ് ഇത് ENAM ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ലീഡ് ഏജൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് NATO. So, Turkey has approved Sweden's membership bid for NATO after initially opposing it when Sweden first applied in 2022 along with Finland. അപ്പോൾ നാറ്റോയിലേക്കുള്ള ഒരു മെമ്പർഷിപ്പ് ഫിൻലാൻഡിന്റെ കൂടെ തന്നെ സ്വീഡൻ 2022 അപ്ലൈ ചെയ്തായിരുന്നു. പക്ഷെ അപ്പോൾ അത് ഒപ്പോസ് ചെയ്തായിരുന്നു തുർക്കി. പക്ഷെ ഇപ്പോൾ സ്വീഡന്റെ മെമ്പർഷിപ്പ് തുർക്കി അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു മിലിറ്ററി അലയൻസ് ആണ്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി, അതിനെ വാഷിംഗ്ടൺ ട്രീറ്റി എന്നും കൂടെ അറിയപ്പെടും. April 1949 യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ, കാനഡ, അതുപോലെ ചില വെസ്റ്റേൺ യൂറോപ്യൻ നേഷൻസ് ഒക്കെ ചേർന്നിട്ടാണ് ഇത് കൊണ്ടുവന്നത്. ഇതൊരു USSR എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി, കളക്റ്റീവ് സെക്യൂരിറ്റി ആണ്. സോ എല്ലാ 30 അലീസും ഈക്വൽ ചെയ്യാണ്. അതായത് നാറ്റോയുടെ ഡിസിഷൻ എന്ന് പറയുന്നത് അനിമസ് ആണ്, കൺസെൻഷ്യൽ ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രൂസൽസ് ആണ്, ബെൽജിയം. അലീഡ് കമാൻഡ് ഓപ്പറേഷൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മോൺസ് ആണ്, ബെൽജിയം തന്നെ. നെക്സ്റ്റ് ഡിജി യാത്ര. ഡിജി യാത്ര എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് ആണ്. മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ഇൻ ഇന്ത്യ ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് എയർ പാസഞ്ചേഴ്സിന് പേപ്പർലെസ് ആയിട്ടുള്ള ട്രാവൽ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. നെക്സ്റ്റ്, ഷൂട്ടർ പ്രീതി രാജക് ബിക്കംസ് ആർമീസ് ഫസ്റ്റ് വുമൺ സബേദാർ. അപ്പോൾ ഹവിൽദാർ ആണ് പ്രീതി രാജക്. അവര് 19th ഏഷ്യൻ ഗെയിംസ്, ചൈനയിൽ വെച്ച് ലാസ്റ്റ് ഇയർ നടന്ന 19th ഏഷ്യൻ ഗെയിംസിൽ വുമൺ ട്രാപ്പ് ഷൂട്ടിങ്ങിൽ അവർ സിൽവർ മെഡൽ നേടിയിരുന്നു. അവരിപ്പോ സബീദാർ എന്നുള്ള ആ ഒരു റാങ്കിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ ആർമിയിലെ ആദ്യത്തെ വുമൺ സബീദാർ ആണ് പ്രീതി രാജക്. നെക്സ്റ്റ്, മലേറിയ വാക്സിൻ. ഇപ്പൊ കെമറൂൺ ആഫ്രിക്കയിലെ ഒരു സ്ഥലമാണ്. വേൾഡില് RTS മലേറിയ വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ കൺട്രിയായി മാറിയിരിക്കുകയാണ്. ഈ മലേറിയ വാക്സിന്റെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് മോസ്ക്യൂറിക്സ് എന്നാണ്. ഇത് ചിൽഡ്രൻസിന് വേണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആഫ്രിക്കൻ കൺട്രീസിലാണ് കൂടുതലായിട്ട് മലേറിയയും അതുപോലെ ഈ മോസ്കിറ്റോ പരത്തുന്ന മറ്റു ഡിസീസസ് ഒക്കെ പ്രിവാലന്റ് ആയിട്ട് കാണുന്നത്. നെക്സ്റ്റ്, വെസ്റ്റേൺ ഇക്വൈൻ എൻസെഫാലിറ്റിസ് ഔട്ട്ബ്രേക്ക് ഇൻ അർജന്റീന. അപ്പൊ വെസ്റ്റേൺ ഇക്വൈൻ എൻസെഫാലോമൈലറ്റിസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് ഇത് കോസ് ചെയ്യുന്നത്. റിലേറ്റീവ്ലി ഒരു അൺകോമൺ ആയിട്ടുള്ള ഒരു വൈറൽ ഡിസീസ് ആണ് വെസ്റ്റേൺ ഇക്വൈൻ എൻസെഫാലോമൈലറ്റിസ് എന്ന് പറയുന്നത്. അപ്പോ ആൽഫ വൈറസ് ഫാമിലിയിൽ പെടുന്ന ഫാമിലി ടൊഗാവൈറിഡയിൽ പെടുന്ന ആൽഫ വൈറസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് മോസ്കിറ്റോസ് വഴിയാണ്. ക്യുലക്സ് മോസ്കിറ്റോസും ക്യൂലിസെന്റ മോസ്കിറ്റോസും വഴിയാണ്. നെക്സ്റ്റ്, ബൊപ്പണ്ണ, ദ ഓൾഡസ്റ്റ് മാൻ ടു വിൻ എ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ. ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ വിൻ ചെയ്യുന്ന വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള മാനായിട്ട് മാറിയിരിക്കുകയാണ് റോഹൻ ബൊപ്പണ്ണ. അദ്ദേഹം ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസിൽ ക്രൗൺ നേടിയിരിക്കുകയാണ് along the company of Ebden. അപ്പൊ റോഹൻ ബൊപ്പണ്ണ എന്ന് പറയുന്നത് the third Indian to win the men's double grand slam title. മെന്നിന്റെ ഡബിൾസ് ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ വിൻ ചെയ്യുന്ന മൂന്നാമത്തെ ഇന്ത്യൻ ആയിട്ട് മാറിയിരിക്കുകയാണ് റോഹൻ ബൊപ്പണ്ണ. നെക്സ്റ്റ്, ആരിന സബ്ലങ്ക വിൻസ് ഓസ്ട്രേലിയൻ വുമൻസ് സിംഗിൾ ടൈറ്റിൽസ്. അപ്പോൾ അവരൊരു ബലൂറീഷ്യയിൽ ഉള്ള ഒരാളാണ്.
ആര്യ സബലിങ്ക എന്ന് പറയുന്നത്. അവര് ഓസ്ട്രേലിയ ഓപ്പൺ വുമൻസ് സിംഗിൾ ടൈറ്റിൽ നേടിയിരിക്കുകയാണ്. അതായത് 2013 ശേഷം ഈ ടൈറ്റിൽ വിൻ ചെയ്യുന്ന ആദ്യത്തെ വുമൻ കൂടിയാണ് ഇവര്. സോ ഇന്ന് നമുക്ക് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.